ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ UAE-യിൽ പിടികൂടിയത് 1,70,00,000-ലേറെ അനധികൃത വസ്തുക്കൾ. രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിൽ പുകയില ഉൽപ്പന്നങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, എനർജി ഡ്രിങ്കുകൾ, മധുര പാനീയങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായി കൊണ്ടുവന്ന എക്സൈസ് ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഫെഡറൽ ടാക്സ് അതോറിറ്റിയാണ് ഇവ പിടിച്ചെടുത്തത്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ നടത്തിയ 85,000 പരിശോധനകളിലൂടെയാണ് 1,70,00,000-ലേറെ അനധികൃത വസ്തുക്കൾ UAE-യിൽ പിടിച്ചെടുത്തത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 110.7% വർധനയാണ് പരിശോധനകളുടെ കാര്യത്തിൽ രേഖപ്പെടുത്തിയത്. നികുതിയും പിഴയുമായി 357.22 ദശലക്ഷം ദിർഹം ഈടാക്കുകയും ചെയ്തു. 2024 ഇതേ കാലയളവിൽ 191.75 ദശലക്ഷം ദിർഹമാണ് ഈടാക്കിയത്. 86.29% വർധനയാണ് ഉണ്ടായത്. പിടിച്ചെടുത്തവയിൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പുകൾ ഇല്ലാത്തതും FTA-യുടെ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാത്തതുമായ 11.52 ദശലക്ഷം പാക്കറ്റ് പുകയിലയും ഉൾപ്പെടുന്നു. എക്സൈസ് നികുതി അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും കള്ളക്കടത്തും വ്യാജ വിൽപ്പനയും തടയുന്നതിനുമാണ് 2019 മുതൽ ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് സമ്പ്രദായം തുടങ്ങിയത്. UAE എക്സൈസ് നികുതി നിയമപ്രകാരം അനാരോഗ്യകരമായ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കുന്നതിന് കാർബണേറ്റഡ് പാനീയങ്ങൾ, എനർജി ഡ്രിങ്കുകൾ, മധുരപാനീയങ്ങൾ എന്നിവയ്ക്ക് നികുതി നൽകണം. ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിനും വ്യാപാര സ്ഥാപനങ്ങൾ നികുതി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമായി രാജ്യവ്യാപകമായി പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനം, ദുബായ്.